ആസന്നമായി ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. 7-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം. യാതൊരു തരത്തിൽ ഒരു അലങ്കോലും വരാതെ സൂക്ഷിക്കുക. ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ശ്രദ്ധയുണ്ടാകുന്നതൊന്നും വളരെ ശക്തമായ ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. വലിയ സാന്നിധ്യം തലത്തിലും അതിന് ആ ഒരു തരംഗത്തിൽ വ്യത്യാസം വരാതെ സൂക്ഷിപ്പാൻ നിങ്ങളെ ദൈവം സൂക്ഷിക്കേണ്ടത് വളരെ ശ്രദ്ധയോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് ചില വിഷയങ്ങൾ നമുക്ക് ധ്യാനിക്കാം. കഴിഞ്ഞ ആഴ്ച വായിച്ചതായ വേദഭാഗത്തിന് തുടർമാനമായി 7-ാം അധ്യായം അതിന്റെ 11-ായ വേദഭാഗങ്ങൾ വായിക്കാം. പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തിനെ പുറത്തു കൊണ്ടുവന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ഞം തൊട്ട് ചുമന്നവർ നിന്നു. ബാല്യക്കാരാ, എഴുന്നേൽക്ക, ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. മരിച്ചവർ എഴുന്നേറ്റു ഇരുന്നവർ സംസാരിപ്പാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തെ മഹത്വീകരിച്ചു. ഒരിക്കൽ കൂടെ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഇവിടെ നമ്മൾ കാണുന്നത് മനസ്സലിവിന്റെ ദൈവത്തെ കുറിച്ചാണ്. മനസ്സ് അലിഞ്ഞു. സ്തോത്രം. മനസ്സ് അലിഞ്ഞു. തീയിങ്കൽ മെഴുക് ഉരുകുന്നു. സൂര്യന്റെ താപത്താൽ മഞ്ഞ് ഉരുകുന്നു. സ്തോത്രം. തന്റെ ജനത്തിന്റെ അവസ്ഥ കാണുമ്പോൾ ദൈവത്തിന്റെ മനസ്സ് അലിയുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തന്റെ ജനത്തിന്റെ ഞെരുക്കം കാണുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം അലിയുന്നു, മനസ്സ് അലിയുന്നു. തീയിങ്കൽ മെഴുക് ഉരുകുമെങ്കിൽ, സൂര്യന്റെ താപത്താൽ ഐസ് കട്ട മെൽറ്റ് ആകുമെങ്കിൽ, അതിനേക്കാൾ എല്ലാം ഏറ്റവും അതിശയകരമാണ് മനുഷ്യന്റെ ഉള്ളിലേക്കും അവന്റെ അവസ്ഥകളിലേക്കും ദൈവം നോക്കുമ്പോൾ ഉടയവന്റെ മനസ്സ് അലിയുക എന്ന് പറയുന്നു. ഇന്ന് തന്റെ ജനത്തെ നോക്കി സ്വർഗം പറയുന്ന തിരുവചനത്തിൽ നമുക്ക് ദൈവം തരുന്ന ഒരു വാഗ്ദത്ത വചനം, അവസ്ഥകളെ കണ്ട് തന്റെ ജനത്തോട് മനസ്സറിയുക. ഉടയവന്റെ മനസ്സ് നമ്മുടെ അവസ്ഥകളെ കണ്ട് അലിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതാ നമ്മളൊരു കാര്യം കാണുന്നു. നയീൻ എന്നുള്ള പട്ടണത്തിൽ നിന്ന് വിലാപയാത്ര. ആ വിലാപയാത്രയെങ്കിൽ യേശു കർത്താവ് ആ വിലാപയാത്ര സന്തോഷയാത്രയാക്കി മാറ്റുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതായ വേദഭാഗം, ശതാധിപന് പ്രിയനായ ഒരു ദാസൻ ഉണ്ടായിരുന്നു. ഈ ദാസൻ ദീനമായി, ആ ദീനത്തിന്റെ കൂടുതൽ നിമിത്തം മരിച്ചു പോകുമെന്ന് ശതാധിപന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ യഹൂദ മൂപ്പന്മാരെ യേശുവിന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. യേശുവിന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചപ്പോൾ യേശു അവരുടെ വാക്ക് കേട്ട് വരുന്ന വഴിയിൽ ശതാധിപന്റെ ഉള്ളിൽ തോന്നി, യേശുവിന്റെ പുരയ്ക്കകത്ത് വരുവാൻ യോഗ്യതയില്ല. യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നിന്റെ അടുക്കൽ വരുവാനുള്ള യോഗ്യത എനിക്കുമില്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നീ നിൽക്കുന്ന ഇടത്തു നിന്ന് ഒരു വാക്കു നീ പറഞ്ഞാൽ എന്റെ പ്രിയ അവൻ ഭൃത്യന് സൗഖ്യം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ 1 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ ശതാധിപന്റെ ഭൃത്യന് അവന്റെ വിശ്വാസം കണ്ടിട്ട് സൗഖ്യം കൊടുക്കുന്നു. 11 മുതലുള്ള താഴേക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, ദൈവത്തിന്റെ മനസ്സലിവിനാൽ മരിച്ചുപോയി ഒന്നിനെ ഉയർപ്പിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോഴും അത്ഭുതകരമാണ്. ഒരുവന്റെ വിശ്വാസം കാണുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു. ഒരുവന്റെ അവസ്ഥ കാണുമ്പോൾ ദൈവം ജീവിപ്പിക്കുന്നു. ഇന്ന് പകൽവേളയിൽ നിങ്ങളുടെ ചിലരുടെ വിശ്വാസം കണ്ടിട്ട് ദൈവം ചിലരെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ
ചിന്തിക്കുമ്പോൾ അവനൊരു ജാതീയ മനുഷ്യനാണ്. ഇവിടെ നയീൻ പട്ടണത്തിലെ സ്ത്രീയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾ ഒരു യഹൂദ സ്ത്രീയാണ്. അവൻ ആദ്യത്തേവൻ 100 പേർക്ക് അധിപതിയാണ്. അവൻ അധികാരത്തിലിരിക്കുന്നവനാണ്. ഇവിടെ ഇതാ ഈ യഹൂദ സ്ത്രീ, അവൾ ഏകയാണ്, അവൾ വിധവയാണ്. മാത്രമല്ല അവൾക്കുണ്ടായിരുന്ന ഏക മകനും നഷ്ടമായി. സ്തോത്രം. ശതാധിപനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ സൊസൈറ്റിയിൽ അവൻ ഹൈ ക്ലാസ്സിൽ നിൽക്കുന്നവനാണ്. ഇവിടെ ഇതാ യഹൂദ സ്ത്രീയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സൊസൈറ്റിയിൽ ലോ ക്ലാസ്സിൽ നിൽക്കുന്നവളാണ്. ഇവള് പറഞ്ഞാൽ അടുത്തു വരാൻ ഓടിയെത്താൻ ആരുമില്ല. എന്നാൽ ഇപ്പുറത്തിതാ മറ്റൊരുവൻ, അവൻ വിളിച്ചാൽ ഓടിയെത്താൻ ആളുണ്ട്. എന്നാൽ ഇരുവരെയും സൗഖ്യമാക്കുവാനും വിടുവിപ്പാനും കഴിയുന്നവരുടെ ദൈവമാണ് യഹോവ. ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും സ്വർഗ്ഗം വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. അവന് മുഖപക്ഷമില്ലേ? ഇല്ല. നാം സേവിക്കുന്ന ദൈവത്തിന് മുഖപക്ഷമില്ല. അവൻ തന്നെ സ്നേഹിക്കുന്ന തന്റെ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും ഉയർത്തുന്ന ദൈവമാണ്. ഒന്നുമില്ലാത്തവരെ ചേറ്റിൽ നിന്ന് കരയേറ്റുന്നവനാണ് എന്റെ ദൈവം. ആരോരുമില്ലാത്തവരെ ആശ്ലേഷിപ്പിക്കുന്ന ദൈവമാണ് എന്റെ ദൈവം. അനാഥരെയും വിധവമാരെയും ആശ്ലേഷിപ്പിക്കുന്ന ദൈവമാണ് എന്റെ ദൈവം. അങ്ങനെയെങ്കിൽ പേടിക്കേണ്ട. നിന്റെ വിഷയത്തിന് സ്വർഗത്തിന് പരിഹാരമുണ്ട്. ഉയർന്നു കിടക്കുന്ന വിഷയത്തിന് പരിഹാരമുണ്ട്. നയീൻ പട്ടണത്തിലെ വിധവയോട് കരുണ തോന്നുന്ന ദൈവത്തിന് നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവത്തിന് പരിഹാരം. അവൻ കരുണ തോന്നുവാൻ മതിയായ ദൈവമാണ്. Praise the Lord. പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം പറയട്ടെ. ദൈവാത്മാവി കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനത്തിന് മുമ്പിൽ ഇരുന്നപ്പോൾ 2 കാഴ്ചപ്പാട് 2 വിധത്തിൽ വേദഭാഗത്തു നിന്നൊരു കാര്യം മനസ്സിലാക്കി തന്നു. ഒരു ഭാഗത്തു നിന്നൊരു ഗ്രൂപ്പ് തലേ ദിവസത്തെ അത്ഭുത പ്രവൃത്തി കണ്ടതിനു ശേഷം കിടന്നുറങ്ങി പിറ്റേ ദിവസം യേശു എഴുന്നേറ്റു. കൂടെ ശിഷ്യന്മാരും യാത്ര തിരിച്ചു. തലേ ദിവസത്തെ അത്ഭുതത്തെ കണ്ട ജനം യേശുവിനെ വെറുതെ വിട്ടില്ല. അവരോടുകൂടെ യാത്ര തിരിക്കുക. ഒരു ഗ്രൂപ്പ് ഇതാ കഫർന്നഭൂമിൽ നിന്ന് യാത്ര തിരിച്ച് നയീൻ പട്ടണത്തിന് നേരെ വരുമ്പോൾ, സ്തോത്രം, അവരുടെ നടുവിൽ ഒരു ജയത്തിന്റെ ഘോഷമുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരു വലിയ സന്തോഷത്തിന്റെ ഘോഷമുണ്ട്. എന്നാൽ ഇപ്പുറത്തിതാ ഏകയായ ഒരു സ്ത്രീ, വിധവയായ ഒരു സ്ത്രീ, അവളുടെ നിലവിളി കേട്ടുകൊണ്ട് മറ്റനേകൻ അവളുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഈ 2 ഗ്രൂപ്പും ഒരു ദിശയിലേക്ക് അടുത്തു വരികയാണ്. സ്വോത്ര 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 സ്വോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ രോഗസൗഖ്യത്തിന് വേണ്ടി നിലവിളിച്ച് സാധ്യതയില്ലെന്ന് വിചാരിച്ചതായ അനുഭവങ്ങളിൽ സൗഖ്യം എന്നതായ സ്വർഗത്തിലെ ദൈവം സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നിന്റെ കൂടാരങ്ങളിൽ വയ്ക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇന്ന് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് നമ്മുടെ കൂടപ്പുറപ്പുകളിൽ ചിലര് എനിക്ക് നഷ്ടമായി പോയി എന്നുള്ള വേദനയോടുകൂടി ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ടായേക്കാം. അവരുടെയും വേദന കാണുവാൻ ഇറങ്ങി വന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം. ഇന്നലെ അത്ഭുതം ചെയ്ത ദൈവം ശതാധിപന്റെ അവൻ പ്രിയ ഭൃത്യനെ സൗഖ്യമാക്കുവാൻ മനസ്സലിവുണ്ടായി. അവന്റെ വീടിനകത്തും അവന്റെ പഞ്ചായത്തിലും ജയഘോഷമുള്ളപ്പോൾ തന്നെ ഇപ്പുറത്തുള്ളവന്റെ വേദന അവന്റെ പഞ്ചായത്തിനെയും സൗഖ്യം വരുത്തുവാൻ ദൈവത്തിന് കാരണം തോന്നി. ഇത് കാലം ഒരു കാര്യം വിളിച്ചു പറയട്ടെ. ഒരു ഭാഗത്ത് നെടുവീർപ്പ്, മറുഭാഗത്ത് സന്തോഷം. പേടിക്കണ്ട. നിന്റെ സങ്കടവും അവർ സന്തോഷമാക്കി മാറ്റുവാൻ. സന്ധ്യയിൽ കരച്ചിൽ വന്ന് രാവാർത്തു. എന്നാൽ ഉഷസ്സിലോ ആനന്ദഘോഷമുണ്ട്. ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? സന്ധ്യയിൽ കരച്ചിൽ വന്ന് രാവാർത്തു. എന്നാൽ ഉഷസ്സിലോ നയീൻ പുത്രിയുടെ നിലവിളി കേട്ട് അവൾക്കുണ്ടായിരുന്ന ഏക പുത്രൻ നഷ്ടമായപ്പോൾ ഉടയവനായ ദൈവത്തിന്റെ ഏകപുത്രൻ
ആ വിഷയത്തിന് പരിഹാരമായി അവളുടെ പട്ടണത്തിലേക്ക് സ്തോത്രം. പരിഹാരവുമായി യേശു നമ്മുടെ നടുവിലുണ്ട്. നൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെതായ അർത്ഥമൊന്ന് നോക്കി വേദപുസ്തകത്തിലെ അതിന്റെ നൈൻ എന്ന് പറഞ്ഞ പട്ടണത്തിന്റെ അർത്ഥമൊന്ന് നോക്കിയപ്പോൾ പ്ലസന്റ് പ്ലേസ് എന്ന് അതിന്റെ അർത്ഥം. അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആരായണം ചെന്നപ്പോൾ അതിനെക്കുറിച്ച് ഒരു കാര്യം മനസ്സിലായത് 49-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ ഒരു വാക്യം എഴുതുന്നത് വായിച്ചാട്ടെ. പുസ്തകം 14-ാം അധ്യായം, ക്ഷമിക്കണം, 49-ാം അധ്യായത്തിന് 14-15 വാക്യങ്ങൾ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. ഇസ്സാഖാർ അസ്ഥിബലമുള്ള കഴുത, ഇസ്സാഖാർ അസ്ഥിബലമുള്ള കഴുത, അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു, അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു, വിശ്രാമം നല്ലതെന്നും ദേശം ഇമ്പമുള്ളതെന്നും കണ്ടു. ദേശം ഇമ്പമുള്ളതെന്നും കണ്ടു. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം, യാക്കോബ് തന്റെ മക്കളെ വിളിച്ച് അനുഗ്രഹിച്ചപ്പോൾ ഇസ്സാഖാറിനോട് യാക്കോബ് ഒരു ദൂത് പറഞ്ഞു. അതെന്താണെന്ന് അറിയാമോ? ഇസ്സാഖാർ അസ്ഥിബലമുള്ള കഴുത, അവൻ എവിടെ കിടക്കുന്നു? തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു. മാത്രമല്ല വിശ്രാമം നല്ലത്, അവന്റെ വിശ്രാമം നല്ലത്, മാത്രമല്ല ദേശമിമ്പമുള്ളത്. വേദപണ്ഡിതന്മാർ പറയുന്നു, നയൻ പട്ടണം ഇസ്സാഖാറിന് വാഗ്ദത്ത ഭൂമിയായി, യാക്കോബിന്റെ വാക്കുകളിൽ കൂടെ സ്വർഗം കൊടുത്ത ഭൂമി. അങ്ങനെയെങ്കിൽ ഇവിടെ ഇതാ വാഗ്ദത്ത ഭൂമിയിൽ നിന്ന്, പ്ലസന്റ് പ്ലേസിൽ നിന്ന്, സന്തോഷം പകരുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അന്തരീക്ഷം ഒന്ന് മാറി. ഉടയവൻ അറിയാതെ അല്ല സംഭവിച്ചതും. പലപ്പോഴും അസൂയ തോന്നുമാറ് സന്തോഷമുള്ള പല കുടുംബങ്ങളിലും പെട്ടെന്ന് സങ്കടത്തിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഓർത്തുകൊള്ളുക, ദൈവപുത്രൻ ഇറങ്ങി വരാൻ സമയമായി, ദൈവപുത്രൻ ഇറങ്ങി വരാൻ നേരമായി. ചില സന്തോഷകരമായ അവസ്ഥകളിൽ കൂടെ പോകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്നതായ ചില കരച്ചിൽ വരുമ്പോൾ, നെടുവീർപ്പ് വരുമ്പോൾ പേടിക്കണ്ട, ഓർത്തുകൊള്ളുക, ദൈവപുത്രൻ പരിഹാരത്തിനായി വരുവാൻ സമയമായി. ഇവിടെ ഇതാ നയൻ പട്ടണത്തിന്റെ വാതിൽക്കലേക്ക് യേശുവും ശിഷ്യന്മാരും മറ്റ് പുരുഷാരവും അടുത്തു വരുമ്പോൾ യേശുവിന്റെ വരവ് അറിയാതെ നയൻ പട്ടണത്തിൽ നിന്ന് വിധവയും ആമേൻ ഏക മകന്റെ ഡെഡ് ബോഡിയും ആമേൻ ശവമഞ്ചവുമായി വരുന്നു. ഒരു കാര്യം എനിക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായത് ഇങ്ങനെയാണ്, തന്റെ ജീവിതത്തില് ഈ ഇസ്രായേൽ ജനത്തിലെ പഴയ ഇടപാടുകളൊക്കെ നോക്കുമ്പോൾ മരണ ഭവനങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോഴേ വാടകയ്ക്ക് അവര് കുഴലൂതുവാൻ ആൾക്കാരെ വിളിക്കും. ഇവിടെ കുഴലൂതുവാൻ ആളില്ല, കാരണം അവളുടെ കയ്യിൽ കുഴലൂതുവാൻ വിളിക്കാൻ പൈസ. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, പട്ടണം മുഴുവൻ കൂടുണ്ട്. നിങ്ങൾ മനസ്സിലായും, കുഴലൂതാൻ ആളില്ല, പക്ഷെ പട്ടണം മുഴുവൻ കൂടുണ്ട്. ഇതിനകത്തുനിന്ന് ദൈവം എനിക്ക് തന്ന ഒരു ആശയം ഞാൻ പറയട്ടെ. ഭൂമിയിൽ നമുക്കുള്ളതും ഇല്ലാത്തതും ഒന്നും കണ്ട് പേടിക്കണ്ട, അവസ്ഥയ്ക്കൊത്തവണ്ണം നമ്മോട് കൂടെ നിർത്താൻ ജനത്തിയുണ്ട്. നമ്മുടെ സങ്കടത്തിലും നമ്മുടെ വേദനകളിലും നമ്മുടെ അവസ്ഥകൾ കണ്ട് തിരിച്ചറിഞ്ഞ് ആശ്വാസത്തിനായി കൂടെ നിർത്താൻ ജനത്തെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഉടനെ വെളിപ്പെട്ടു വന്നില്ലെങ്കിലും തക്ക സമയത്ത് അത് വെളിപ്പെടും. ഞാനൊന്നുകൂടെ പറയാം, പരിശുദ്ധാത്മാവിൽ പറയാം, ഉടനെ കണ്ണിന് മുമ്പിൽ ചിലത് വെളിപ്പെട്ട് കണ്ടില്ലെങ്കിലും പേടിക്കണ്ട, ചിലതിനെ അതത് സമയത്ത് ദൈവം ഒരുക്കിക്കൊണ്ട് അത് പ്രതീക്ഷിക്കാത്തതുപോലെ താങ്ങായി തണലായി കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുക. ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാത്ത സമയത്ത് കൂടെ നിൽക്കാൻ സ്വർഗം ചിലരെ ഒരുക്കും. ചിലരെ ദൈവം ഒരുക്കുമെന്ന് വിശ്വസിക്കുക. ദൈവം ചിലരെ ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുക. ഭൂമിയിൽ ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും പേടിക്കേണ്ട കേട്ടോ, ചിലരെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ക്രമീകരണമാണ്. പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ, ചിലരെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്.
ആമേൻ. സമയത്ത് അവർ വന്നോളൂ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ പറയാം, സമയത്ത് അവർ വരും. ആമേൻ. സഹായത്തിന് നമ്മോട് അവർ അടുത്തു വരും. ഒന്നുകൂടെ പറയാം, പരിശുദ്ധാത്മാവിൽ തെളിഞ്ഞു വരുന്ന ദൂതനുസൃതമായി പറയാം, തക്ക സമയത്ത് ദൈവം ചിലരെ നിയോഗിച്ചാക്കിയിട്ടുണ്ട്. എന്റെ കണ്ണുനീർ അവൻ കണ്ട് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവർ നമുക്കായി വൻകാര്യങ്ങൾ ചെയ്യും. ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. മനസ്സലിവിന്റെ ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. Praise the Lord. Praise the Lord. വേദപുസ്തകത്തിൽ നിന്ന് വേറെ ചില ഭാഗങ്ങൾ ഞാൻ വായിച്ചപ്പോൾ ഇങ്ങനെ കണ്ടു. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ശ്രദ്ധയെ തിരിഞ്ഞു. 3-4 അനുഭവങ്ങളിൽ യേശു കർത്താവിന് മനസ്സലിവ് തോന്നിയതായ വിഷയങ്ങളെ ഞാൻ കാണുവാനിടയായി. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം. If you could turn your Bible to Matthew chapter 9 and verses 36. Please. അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഞ്ഞവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സറിഞ്ഞു. 35 മുതൽ വായിക്കാമോ? യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു, അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഞ്ഞവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സറിഞ്ഞു. Praise the Lord. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ജനത്തെ ദൈവം കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് ദൈവത്തിന് അവരോട് മനസ്സലിഞ്ഞു. 14-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വന്നാട്ട് 14 അന്ന് വലിയ പുരുഷാരത്തെ കണ്ടു. അന്ന് വളരെ പുരുഷാരത്തെ കണ്ടു. അവരിൽ മനസ്സലിഞ്ഞു. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. അവരുടെ രോഗികളെ സൗഖ്യമാക്കി. ഇവിടെ ഇതാ രണ്ടാമത് നാം കാണുന്നു, രോഗികളെ കണ്ട് സൗഖ്യമാക്കുന്ന ദൈവം, രോഗികളെ കണ്ട് മനസ്സലിയുന്ന ദൈവം. ഒന്നാമത് കുഴഞ്ഞവരായി കണ്ടവരെ സ്വർഗം മനസ്സലിഞ്ഞു. രണ്ടാമത് ചിന്നിയവരെ കണ്ടപ്പോൾ ദൈവത്തിന് മനസ്സലിഞ്ഞു. മൂന്നാമത് രോഗികളെ കണ്ടപ്പോൾ ദൈവത്തിന് മനസ്സലിഞ്ഞു. വീണ്ടും നമുക്ക് വായിക്കാം 15:32. Matthew 15:32. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലാകൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കുമെന്ന് പറഞ്ഞു. ആ ജനത്തെ കണ്ടപ്പോൾ ദൈവത്തിന് അവരോട് മനസ്സലിഞ്ഞു. നാം നമ്മുടെ അവസ്ഥ ഇവിടെ ഇതാ കാണുന്നു. ആഹാരമില്ലാതെ ജനം മടങ്ങിപ്പോയാൽ പോകുന്ന വഴിയിൽ അവർ തളർന്നു പോകുമെന്നൂടെ അവൻ കണ്ടു. അവനോട് അവർക്ക് മനസ്സലിവ് തോന്നി. ഒന്നാമത്തേത് കുഴഞ്ഞ അവസ്ഥ, രണ്ടാമത്തേത് ചിന്നിയ അവസ്ഥ, മൂന്നാമത്തെ രോഗമുള്ള അവസ്ഥ, നാലാമത്തേത് നാം കാണുന്നു വഴിയിൽ വെച്ച് തളർന്നു പോകും, ഭക്ഷണം കൊടുത്തില്ല. സ്തോത്രം. ഒരു ഭാഗം കൂടെ വായിക്കാം. 20:34. ശ്രദ്ധിച്ചാണ്. യേശു മനസ്സലിഞ്ഞു, അവരുടെ കണ്ണു തൊട്ടു. 2 കുരുടന്മാർ യേശുവിനെ നോക്കി, യേശുവേ ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ യേശുവിന് അവരോട് അടുത്ത വായിച്ചേ. യേശു മനസ്സലിഞ്ഞു, യേശുവിന് അവരോട് മനസ്സലിഞ്ഞു, കണ്ണു തൊട്ടു. അവരുടെ കണ്ണു തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിപ്പാനിടയായി തീർന്നു. ഒന്നാമത് കുഴഞ്ഞത്, രണ്ടാമത് ചിന്നിയ അവസ്ഥ, മൂന്നാമത് രോഗമുള്ള അവസ്ഥ, നാലാമത് വിശപ്പിന്റെ അവസ്ഥ, അഞ്ചാമത് ഇവിടെ നമ്മൾ കണ്ടു കുരുടന്മാർക്ക് സൗഖ്യം കൊടുക്കുന്നു. വീണ്ടും ഒരു ഭാഗം കൂടെ നമുക്ക് വായിക്കാം. മാർക്കോസ് 1:41. യേശു മനസ്സലിഞ്ഞു, കൈനീട്ടി അവരെ തൊട്ടു. കൈനീട്ടി ആരും തൊടാത്ത ഒരുവനെ തൊട്ടു. കുഷ്ഠരോഗിയെ ഒരു മനുഷ്യൻ പോലും തൊടത്തില്ല. കാരണം തൊട്ടാൽ അവനും അശുദ്ധനായി തീരും. എന്നാൽ ഇവനൊരു സ്പർശനം ആവശ്യമാണെന്ന് ഉടയവൻ മുന്നമേ കണ്ടു. മറ്റുള്ളവരെ എല്ലാവരെയും വാക്കുകൊണ്ട് സൗഖ്യമാക്കുമ്പോൾ ഇവനെ ആരും തൊടാത്തവനാ. ഇവനെ തൊട്ടാൽ ആദ്യം അവന്റെ ഉള്ളം സൗഖ്യമാകുന്ന ദൈവത്തിന് മനസ്സിലായി. അതുകൊണ്ട് അവനെ സ്വർഗത്തിലെ ദൈവം തന്റെ തിരുവുള്ളം അവൻ തന്റെ കരം വെച്ച ആദ്യം അവനെന്ന് തൊട്ടു. സ്വന്തം ഞാൻ വിശ്വസിക്കുന്ന അപ്പോൾ തന്നെ അവന്റെ ശരീരത്തിന് സൗഖ്യം വന്നു. ആദ്യം അവന്റെ ഉള്ളിന് സൗഖ്യം വന്നു, രണ്ടാമത് അവന്റെ ശരീരം
Hallelujah. Hallelujah. ദൈവം അത് കാണുന്നുണ്ട്. ഇവിടെ ഒരു മറവായിട്ടൊന്നുമില്ല. അന്തരംഗങ്ങളിലെ വേദന അവന് നന്നായി അറിയാം. വേദന അവന് നന്നായി അറിയാം. യേശു മതിയായ ദൈവം. ഹല്ലേലൂയ. മനസ്സറിയുന്ന ദൈവത്തെ നാം സേവിക്കുന്നു. ഞങ്ങൾ പറയട്ടെ, മനസ്സറിയുന്ന ദൈവത്തെയാണ് ദൈവം സേവിക്കുന്നത്. കർത്താവേ, നിന്റെ ജനത്തിന്റെ സാമ്പത്തിക ദാരിദ്ര്യം മാറണം. കർത്താവേ, സ്വർഗ്ഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി. ആരും കാണുന്നില്ല, ആരും കാണുന്നില്ല. യേശുവിന്റെ കരങ്ങളിലേക്ക് കരങ്ങൾ എന്നോട് ചേർന്ന് കർത്താവേ ഒന്ന് പറഞ്ഞ കർത്താവേ, എന്നെ കണ്ട് മനസ്സലിയുന്ന കർത്താവേ, എന്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരണമേ. എന്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുത്തണമേ. എന്റെ ദാരിദ്ര്യം മാറട്ടെ. എന്റെ ദാരിദ്ര്യം മാറട്ടെ. എന്റെ നെടുവീർപ്പ് മാറട്ടെ. എന്റെ ബുദ്ധിമുട്ട് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദാരിദ്ര്യം മാറട്ടെ. സംഭവിക്കട്ടെ. ജീസസ്. ദൈവം അത് ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ബോഷ്ക്ക് പറയത്തില്ല. വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്നെങ്കിലേ ഇത് പരിശുദ്ധാത്മാവ് തന്നു എന്ന് ഞാൻ പറയത്തുള്ളൂ. കൂടെ ഉടയവനെ നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞാൽ അവൻ എന്നോട് ചോദിക്കും, ഞാൻ എപ്പോഴാ പറഞ്ഞു? അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ ഉടയവൻ. മനസ്സറിവിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. അവന്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരായി തീരണം. നാം നിമിത്തം അവൻ അനുഭവിച്ച ദാരിദ്ര്യം. വചനം പറയുന്നു, അവന്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരായി തീരാം. നാം നിമിത്തം അവൻ അനുഭവിച്ച ദാരിദ്ര്യം. യേശു നമ്മുടെ നടുവിൽ. യേശു നമ്മുടെ നടുവിൽ. ഓ ജീസസ്. ഇതിന്റെ ജനത്തിലെ അവസ്ഥകൾ അറിയുന്നു. മനസ്സറിയുന്ന ദൈവമില്ല. ജയഘോഷത്തോട് വരുന്ന പുരുഷാരത്തോടുകൂടെ, ജയഘോഷത്തോട് വരുന്ന പുരുഷാരത്തോടെ യേശു കർത്താവ് നമ്മുടെ ഇതാ നിലവിളിയോടുകൂടെ വരുന്ന ഒരു പുരുഷാരത്തെ യേശു കാണും. വിധവമാരെ കുറിച്ച് ദൈവത്തിന് ഒരു പ്രത്യേക കരുതലുണ്ട് പ്രിയരെ. 68-ാം സങ്കീർത്തനം 5-ാം വാക്യം ഒന്ന് വായിച്ച്. If you could turn your Bible to Psalms 68 verses 5. ദൈവത്തിന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥമാർക്കും പിതാവും വിധവമാർക്കും ന്യായപാലനമാകും. ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. Praise the Lord. ആത്മീയ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ.
ഉണ്ടെങ്കിലും ഭർത്താവിൻ്റെതായ യാതൊരു സഹകരണമില്ലാത്ത, ഭാര്യ ഉണ്ടെങ്കിലും ഭാര്യയുടേതായ യാതൊരു സഹകരണമില്ലാത്ത, മാതാപിതാക്കൾ ഉണ്ടെങ്കിലും മാതാപിതാക്കളുടെ യാതൊരു സഹകരണമില്ലാത്ത, മക്കൾ ഉണ്ടെങ്കിലും മക്കളുടെ യാതൊരു സഹകരണമില്ലാത്ത, അനാഥനെ പോലെ വിധവയെ പോലെ കഴിയുന്ന ആരെങ്കിലും ഇന്ന് പകലിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ആലോചന ദൈവം തന്നെ വിശുദ്ധ മന്ദിരത്തിലും അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകരുമാകുന്നു. നമ്മുടെ വിശുദ്ധ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഒരു വേദഭാഗം കൂടെ വായിച്ചാട്ട് Exodus chapter 22 verses 22 and 23. വേഗം സഹായിച്ചാൽ പുറപ്പാട് 22-ാം അധ്യായം 22-23 വാക്യങ്ങൾ. വിധവയും അനാഥരെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത്, അവരെ വല്ലവിധേന നിങ്ങൾ ക്ലേശിപ്പിക്കുകയും അവരെന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളിക്കേട്ട് എന്റെ കോപം ജ്വലിക്കും. ഞാൻ വാൾ കൊണ്ട് നിങ്ങളെ കൊല്ലും. നോക്കിയേ, അനാഥരെ കുറിച്ചും വിധവമാരെ കുറിച്ചും ദൈവം എത്ര കർശനമായി പഴയ ഏർപ്പാടിൽ പറഞ്ഞു. അത് കരുണയുടെ ദൈവമാണ് എന്നുമുള്ളത്. അനാഥനായി കൂട്ടിനും കൂട്ടായ്മയ്ക്കും ആരുമില്ലെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, സഹകരണത്തിന് ആരുമില്ലെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു മാതൃസ്നേഹത്തിന് വേണ്ടി, ഒരു പിതൃസ്നേഹത്തിന് വേണ്ടി, മക്കളുടെ സ്നേഹത്തിന് വേണ്ടി, ഒരു കൂട്ടുകാരന്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് ലഭിക്കാതെ ഏകയായിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പ്രത്യേക കരുതലുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. പ്രിയ കൂടപ്പുറപ്പെ, താങ്കൾ ഏകനല്ല. പ്രിയ സഹോദരി, നിങ്ങൾ ഏകയല്ല. നിങ്ങളോടുകൂടെ കൂടെ അവനുണ്ട്. നിങ്ങളെ ക്ലേശിപ്പിച്ചാൽ അത് ദൈവത്തിന്റെ ഹൃദയത്തിന് വേദന. അങ്ങനെയുള്ള ഒരു മനുഷ്യനെയോ ഒരു മനുഷ്യൻ ക്ലേശിപ്പിച്ചാൽ ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കും. നൈനിലെ വിനയമുള്ള ബന്ധത്തിലാണ് അവളെല്ലാം ചിന്തിക്കുന്നത്. അവളുടെ ഹൃദയത്തിന്റെ ഭാരം കൂടെ അവൻ കണ്ടു. ഒരു ഭാഗം കൂടെ, ഒരു വേദഭാഗം കൂടെ വായിച്ചാൽ Deuteronomy chapter 10 verses 18. ആവർത്തന പുസ്തകം 10-18 വാക്യം. സങ്കീർത്തനം 146 വാക്യം പറഞ്ഞെടുത്താണ്. അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. നൈനിലെ വിധവയോട് യേശുവിനെ മനസ്സലിവ് തോന്നുവാൻ കാരണങ്ങൾ ഇതിൽ ചിലരാവാം. സ്തോത്രം. അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. ന്യായമില്ലെന്ന് പറയുന്ന ഏകയായി കഴിയുന്ന താങ്കളോട് ദൈവം ന്യായപാലകനായി ഇറങ്ങി വരുന്നു. ഒരു വേദഭാഗം 146 വാക്യം. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അനാഥരെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു. അവൻ സംരക്ഷണം ചെയ്യുന്നു. അനാഥനെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു. Proverbs chapter 15 verses 25. സദൃശ്യവാക്യം 15-25 വാക്യം. അഹങ്കാരികളുടെ വീട് യഹോവ പൊളിച്ചു കളയുന്നു, വിധവയുടെ അതിര് അവൻ ഉറപ്പിക്കുന്നു. ഇത് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയുമോ? വിധവയുടെ അതിര് അവൻ ഉറപ്പിക്കുന്നു. സഹായമില്ലാത്തവന്റെ അതിര് അവൻ ഉറപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞാൻ ഒന്നുകൂടെ പറയാം, സഹായമില്ലാത്തവന്റെ അതിരുകളെ ഉറപ്പിക്കുന്നവനായ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ
സാഹസം നിന്നെ തൊടത്തില്ല. ദൈവം കുറച്ചുകൂടെ അടുത്ത് വരുന്നു. നിന്റെ ദേശത്ത് നാശവും ശൂന്യവും നീ കേൾക്കത്തില്ല. കുറച്ചുകൂടെ തമ്പുരാൻ അടുത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, നിന്റെ മതിലിന് അവൻ രക്ഷ എന്ന് പോലും വിളിക്കുന്നു. നിന്റെ മതിലിന് രക്ഷ എന്നവൻ പേര് വിളിക്കുന്നു. ഒരു ദൂത് പറയട്ടെ നിങ്ങളോട്, പരിശുദ്ധാത്മാവിൽ ദൈവതലത്തിൽ ഒരു കാര്യം പറയട്ടെ. ദൈവകൃപയിൽ നിൽക്കുന്ന, ദൈവസ്നേഹത്തിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ അതിരിന്റെ മേലുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ദൈവം. എങ്ങനെല്ലാം മാറി തിരിഞ്ഞെന്ന് തോന്നിയാലും പേടിക്കണ്ട. സഹായമറ്റ നിലവിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പേടിക്കണ്ട. അതിരുകളെ ഉറപ്പിപ്പാൻ നിന്റെ ദൈവത്തിന് കഴിയും. ആരും അതിരിനോട് പ്രശ്നമുണ്ടാക്കത്തില്ല. പ്രശ്നമുണ്ടാക്കുന്നവരോട് പ്രശ്നമായി ദൈവം എഴുന്നേൽക്കും. Praise the Lord. വിജയമുള്ള വിഷയത്തിലൂടെ ഉറപ്പിച്ച് പറഞ്ഞോട്ടെ, ഒരു മനുഷ്യനും അതിരിനോട് പ്രശ്നമുണ്ടാക്കാൻ എഴുന്നേൽക്കാതെ വേണം ദൈവം എഴുന്നേൽക്കും. സഹായമില്ലാത്തവന്റെ അതിരുകളെ ദൈവം ഉറപ്പിക്കുന്നു. സഹോദര, പരിശുദ്ധാത്മാവിനെ പറയാം, താങ്കളുടെ അതിരുകളെ ദൈവം ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യനും അതിനെ തൊടാതെ സൂക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും. ഒരു മനുഷ്യനും അതിനെ തകർക്കാൻ കഴിയാതെ നമ്മളെ ദൈവം സൂക്ഷിപ്പാൻ കഴിയും. താങ്കളുടെ മതിലിന് രക്ഷ എന്ന് പേര് വിളിക്കുന്നത് ദൈവം. വചനത്തിൽ പറയുന്നു, ഞാൻ നീ അറിയാതെ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ പേരിൽ വിളിച്ചു. കുറച്ചുകൂടെ അടുത്ത് വരാം. കർത്താവ് പറഞ്ഞു, നീ അറിയാതെ ഇരുന്നപ്പോൾ നിന്നെ ഞാൻ ഓമന പേര് ചൊല്ലി വിളിച്ചു. അല്പം കൂടെ അടുത്ത് വരാം. നീ അറിയാതെ ഇരുന്നപ്പോൾ നിന്റെ ആരെ ഞാൻ മുറുക്കി. മനസ്സിലാകുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാ ദിവസങ്ങളും ദൈവം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ തന്നത് ആലോചനയാണ് ദൈവസഭയോട് പറയുന്നത്. നീ അറിയാതെ ഇരുന്നപ്പോൾ നിന്റെ പേര് പറഞ്ഞു വിളിച്ചു. ചിലപ്പോൾ അത് നിന്റെ സ്വന്തം പേരായേക്കാം. ആ പേര് പറഞ്ഞ് ദൈവം നമ്മെ വിളിച്ചു. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ തമ്പുരാൻ വിചാരിച്ചു, നിന്റെ സ്വന്തം പേരല്ല, ഞാൻ നിനക്കൊരു പേരിടാൻ പോവുക, നിനക്കൊരു ഓമന പേരിടാൻ പോവുകയാണ്. നമ്മൾ അറിയാതെ ഇരുന്നപ്പോൾ ഒരു ഓമന പേര് നമ്മുടെ നേരെ വന്നു. അത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പേരാണ്. കുറച്ചുകൂടെ അടുത്ത് വന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, എന്റെ പ്രവൃത്തി നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ നിന്റെ ആരെ ഞാൻ മുറിക്കും. മനസ്സിലാകുന്നവർ മാത്രം ദൈവത്തെ സ്തോത്രം. മനസ്സിലാകുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കാം. ആരെ മുറിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം ദൈവത്തെ സ്തോത്രം ചെയ്യാം. ചില പ്രവൃത്തികൾക്ക് വേണ്ടി ദിവസങ്ങളിൽ ദൈവം അരമുറിക്കി തരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തെ സ്തോത്രം ചെയ്താൽ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്റെ ആരെയും മുറിക്കുന്നത് ജീവിതങ്ങളുടെ ഫലങ്ങളിൽ ശക്തിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യാം.
മാറ്റും. യേശു ശൂന്യത മാറ്റും. ഓ യേശു ശൂന്യത മാറ്റും. യേശു ശൂന്യത മാറ്റും. ശൂന്യത മാറ്റും. അനേകരുടെ കരങ്ങൾക്ക് താങ്ങു കൊടുക്കാൻ ബലപ്പെടുത്തുന്ന ദിവസങ്ങളുണ്ട്. കുഴഞ്ഞു പോകുന്ന ചില കരങ്ങളെ ബലപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിലെ കരങ്ങളിൽ നന്മ തരുന്ന ദിവസങ്ങളുണ്ട്. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ദൈവം അത് ചെയ്യും. ദൈവം അത് ചെയ്യും. തലമുറകളെ കുറിച്ച് ഭാരപ്പെടേണ്ട. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് ഒരു ദൂതനോട് പറഞ്ഞു, നിന്റെ വായിലുള്ള എന്റെ വചനം, നിന്റെ മേലുള്ള എന്റെ ആത്മാവ്, നിന്റെ മേലും നിന്റെ സന്താനത്തിന്റെ മേലും നിന്റെ സന്താനത്തിന്റെ സന്താനത്തിന്റെ മേലും വിട്ടുമാറുകയില്ല. വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളുടെ അതരത്തിന് മേൽ സ്വർഗ്ഗം വെച്ചിരിക്കുന്ന ദൈവവചനം, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ദൈവം പോകുന്ന സന്തതിയുടെ മേൽ, സന്തതിയുടെ സന്തതിയുടെ മേൽ സ്വർഗ്ഗം അത് മാറാതെ നിലനിർത്തും. ദൈവം ചെയ്യും. സ്വർഗം കാവല, വീടിന് ദൈവം കാവല.
കുടുംബത്തിന് ദൈവം കാണും. ജോലിക്ക് പോകുമ്പോൾ പേടിക്കണം, നിന്റെ കുടുംബത്തിന് ദൈവം കാണും. എന്റെ പെൺകുഞ്ഞുങ്ങൾക്ക് ദൈവം കാവല. എന്റെ പെൺകുഞ്ഞിന് ദൈവം കാവല. വിധവ അവളൊന്നും ചെയ്തില്ല, അവള് വിശ്വസിച്ചില്ല, അവള് വിശ്വസിച്ചില്ല, അവൾ യേശുവാരാണെന്ന് അറിഞ്ഞില്ല, യേശുവിനോട് അവള് പ്രാർത്ഥിച്ചില്ല, നീ എന്റെ വീട്ടിൽ വരാമെന്ന് ചോദിച്ചില്ല, എന്റെ കുഞ്ഞിനെ ജീവൻ കൊടുക്കാമെന്ന് ചോദിച്ചില്ല, എന്റെ അവസ്ഥയ്ക്കൊന്ന് ഭേദം വരുത്താമെന്നും ചോദിച്ചില്ല. പക്ഷെ അവളുടെ അവസ്ഥ യേശു കണ്ടു. അവളുടെ അവസ്ഥ ഈ സാഹചര്യത്തിൽ അവൾ ആരോടും പറഞ്ഞില്ല. അവളെ കരഞ്ഞുകൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് വന്ന കണ്ണുനീരുടെ അവൻ കണ്ടു. ആശ്രയമായിരുന്നത് കൈവിട്ടു പോയി എന്ന് കൂടെ അവൻ കണ്ടപ്പോൾ യേശു ഒരു നിമിഷം
അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഏഴയ്ക്ക് ശുശ്രൂഷിപ്പാൻ ബലം തന്നതിനായി കരുണയെന്ന സമാധാനം പ്രസാദം തോന്നിയ ദൈവം, അതിരുകളെ ഉറപ്പിക്കുന്ന ദൈവം, ഞങ്ങൾക്ക് ന്യായപാലനം വരുത്തുന്ന ദൈവം, ഞങ്ങളുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുന്ന ദൈവം, ഞങ്ങളുടെ കുഴഞ്ഞ അവസ്ഥകൾക്ക് ഭേദം വരുത്തുന്നവർ, ഞങ്ങളുടെ വിശപ്പ് മാറ്റുന്ന ദൈവം, ഞങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവം, ഞങ്ങളുടെ രോഗങ്ങളെ അകറ്റുന്ന ദൈവം, ഞങ്ങളുടെ ചിന്നിയ അവസ്ഥകളെ മാറ്റുന്ന ദൈവം, ഏകനായിരിക്കുന്ന അവസ്ഥകൾക്ക് കൂട്ടിനും കൂട്ടായ്മയ്ക്കും ജനത്തെ ദൈവം തക്ക സമയത്ത് അവസ്ഥയ്ക്ക് കൈത്താങ്ങലിന് വേണ്ടി നിന്റെ ജനത്തിനു വേണ്ടി ഒരുക്കി കൊടുക്കുമെന്ന് നീ പറഞ്ഞ വാഗ്ദത്തം നിന്റെ ജനത്തിന് നിവർത്തിക്കണമേ. ദൈവം അത് ചെയ്താൽ പ്രാർത്ഥനകളായി സ്തോത്രം അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ